ഹലോ, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. അപ്പം ഇന്ന് എന്ത് ചെയ്യണമെന്ന് ഞാൻ കുറേ ദിവസമായിട്ട് ആലോചിക്കുന്നത്, എന്ത് വീഡിയോ ഉണ്ടാക്കണം, എന്ത് ഷൂട്ട് ചെയ്ത് വെക്കണം എന്ന് വെച്ചുകൊണ്ട്. അപ്പം ഞാൻ പെട്ടെന്ന് ഇങ്ങനെ ഓർത്തു, ഇന്ന് ഫ്രൈഡേയാ. അപ്പം യൂഷ്വലി ഞാൻ ഫ്രൈഡേ എനിക്ക് എൻ്റെ വർക്ക് സ്ഥലത്തുനിന്ന് എനിക്ക് പെട്ടെന്ന് വരാൻ പറ്റും. ഒരു 3 മണിയൊക്കെ ആകുമ്പോഴത്തേക്ക് എനിക്ക് വരാൻ പറ്റും. അപ്പം വന്നു കഴിഞ്ഞിട്ട് എൻ്റെ അടുത്ത് ഇച്ചിരി ഏറെ സമയമുണ്ട്. അപ്പോൾ ആ സമയങ്ങളിൽ ഞാൻ എന്തൊക്കെയാണ് ചെയ്യുന്നത്, യൂഷ്വലി എൻ്റെ എന്താ പറയുക, സെൽഫ് കെയർ പാമ്പറിങ് ഡേ എന്ന് പറയാം. ഫ്രൈഡേസ് ഒക്കെ ആകുമ്പോഴത്തേക്ക് എനിക്കൊരു സമാധാനം. എന്തിനും സാറ്റർഡേ സൺഡേ പിന്നെ അവധിയല്ലേ, എങ്ങും പോകണ്ടല്ലോ, ജോലിക്ക് പോകണ്ട, രാവിലെ എണീക്കണ്ട. അപ്പം ഫ്രൈഡേ അപ്പം ഞാൻ എന്താ ചെയ്യുന്നതെന്ന് വെച്ചാൽ, ഞാൻ ആഴ്ചയിൽ 2 വട്ടം തല കഴുകും. അപ്പം അതിനകത്ത് ഒരു ഫ്രൈഡേ ആണ് ഞാൻ നല്ല വൃത്തിയായിട്ട് സമയമെടുത്ത് തലയിലൊക്കെ മസാജ് ചെയ്ത്, മുഖത്തൊക്കെ എന്തെങ്കിലും ഒരു ഫേസ് പാക്കൊക്കെ പുരട്ടി, പിന്നെ അഥവാ ഷേവ് ചെയ്യാനുണ്ടെങ്കിൽ ഷേവ് ചെയ്യും. പിന്നെ ത്രെഡ് ചെയ്യാനുണ്ടെങ്കിൽ ത്രെഡ് ചെയ്യത്തില്ല, ഞാൻ മറ്റേ എൻ്റെ അടുത്ത് ഒരു ഫേസ് ഷേവർ ഉണ്ട്, മുഖത്ത് മൊത്തം ഷേവ് ചെയ്യുന്ന സംഭവം. അതുകൊണ്ട് തന്നെ ഞാൻ ഇങ്ങനെ ഷേപ്പ് ചെയ്യും. ഞാൻ ത്രെഡ് ചെയ്തിട്ട് എനിക്ക് വന്ന ഒരു എത്ര വർഷമായി കാണും, എനിക്ക് വന്നൊരു കുറഞ്ഞൊരു 2 വർഷമായിട്ടുണ്ട്. ഞാൻ 2 വർഷം 3 വർഷമായി കാണും ഞാൻ ത്രെഡ് ചെയ്തിട്ട്. ഞാൻ ത്രെഡ് ചെയ്യാറില്ല, എന്തിനാ, എനിക്ക് ഐബ്രോസ് അത്ര ഇല്ല. ഞാനിതിപ്പം ഐ ഷാഡോ, ഇപ്പം ഞാൻ ഓഫീസിൽ പോയപ്പോൾ ഞാൻ ഇങ്ങനെ ഐ ഷാഡോ കൊണ്ട് വരച്ച് നീട്ടുന്നതാണ്. പക്ഷെ അത് മായ്ച്ച് കളയുമ്പോഴത്തേക്കും എൻ്റെ ഐബ്രോസ് അത്രയൊന്നും ഇല്ല. അപ്പം ഞാൻ ഇങ്ങനെ എടുക്കാറൊന്നും പോകാറൊന്നുമില്ല. എനിക്ക് എക്സ്ട്രാ വരുന്നത് ഞാനത് ഇവിടെ നിന്ന് മറ്റേ ഷേവ് ചെയ്ത് ഇങ്ങനെ ഫേസ് ഷേവർ കൊണ്ട് ഇങ്ങനെ ചെയ്ത് ഷേപ്പാക്കിയൊക്കെ ഞാൻ കൊടുക്കും. അപ്പം ഈ സംഭവങ്ങളൊക്കെ ഞാൻ ചെയ്യുന്നത് ഫ്രൈഡേ ആണ്. അപ്പം ഇന്നിപ്പോൾ ഞാൻ ഓർത്തുന്ന പിന്നെ അതിൻ്റെ ഒരു ചെറിയ വീഡിയോ ഉണ്ടാക്കി നോക്കാം. എന്തായാലും ഞാനിങ്ങനെ വ്ളോഗ്സ് ഉണ്ടാക്കിയിട്ടില്ല. അപ്പം എവിടെയെങ്കിലും വെച്ച് തുടങ്ങണ്ടേ, ഏതെങ്കിലും ഒരു ടോപ്പിക് എടുത്തിട്ട്. അപ്പം ഞാൻ ഓർത്തു വന്നാൽ പിന്നെ ഇന്ന് ഫ്രൈഡേ ഹൗ ഐ സ്പെൻഡ് മൈ ഫ്രൈഡേ ഈവനിങ് എന്ന് വെച്ചിട്ടുള്ള വീഡിയോ ഉണ്ടാക്കാമെന്ന് ഓർത്തു. എനിക്ക് ഏറ്റവും ഇഷ്ടമുള്ളൊരു സ്ഥലമാണ് ഇതിപ്പം. ഇവിടെ ഇരിക്കുമ്പോഴത്തേക്കും എനിക്ക് സൺസെറ്റ് നല്ല ഭംഗിയായിട്ട് കാണാൻ പറ്റും. എൻ്റെ ബാൽക്കണിയിൽ നിന്ന് ഞാൻ കാണിക്കാം. കണ്ട, എനിക്കറിഞ്ഞൂടെ ഇതിനകത്ത് എങ്ങനെ കാണാം. കണ്ട, അപ്പം ഞാനിങ്ങനെ ഇച്ചിരി നേരം അതും ആസ്വദിച്ചുകൊണ്ട് ഇങ്ങനെ ഇരിക്കും. നാട്ടിൽ നിന്ന് വന്നതിന് ശേഷം ഞാൻ എൻ്റെ തലയിൽ ഇങ്ങനെ കുറേ ഇരുന്ന് മസാജ് ഒന്നും ചെയ്യാനുള്ള എനിക്ക് സമയം കിട്ടിയിട്ടില്ല. പറ്റുന്ന സമയത്തൊക്കെ ഞാനിങ്ങനെ മസാജ് ചെയ്യും. പക്ഷെ എനിക്ക് ഏറ്റവും ഇഷ്ടമുള്ളൊരു കാര്യമാണ് എൻ്റെ മുഖത്തും എൻ്റെ തലയിലും ആരെങ്കിലും എനിക്ക് തിരുമ്പി തരുന്നതും പെടലിയൊക്കെ ഇങ്ങനെ തിരുമ്പി തരുന്നതും മസാജ് ചെയ്യുന്നത് എനിക്ക് ഭയങ്കര ഇഷ്ടമുള്ളൊരു കാര്യമാണ്. മമ്മിയും പപ്പയും എപ്പം ഞങ്ങളുടെ അടുത്ത് നിൽക്കാൻ വരുമോ, അല്ലെങ്കിൽ ഞങ്ങൾ നാട്ടിലോട്ട് പോകണമെങ്കിൽ എൻ്റെ സ്ഥിരമായിട്ടുള്ള ഒരു പരിപാടിയാണ് ബിഗ് ബോസ് എന്ന് വെച്ചുകൊണ്ടുള്ള ഒരു ഷോ ഉണ്ടല്ലോ. ആ പ്രോഗ്രാം മമ്മി ഭയങ്കര കാര്യമായിട്ടിരുന്ന് കാണും എപ്പോഴും. അപ്പം അത് കാണുമ്പം ആ ഒരു ഷോ ഓൾമോസ്റ്റ് ഒരു 2 മണിക്കൂറിൻ്റെ ഷോ ആണെന്ന് എനിക്ക് തോന്നുന്നത്. അപ്പം ആ സമയത്ത് ഞാൻ എന്താ ചെയ്യുന്നതെന്ന് വെച്ചാൽ, ഞാൻ മറ്റേ നമ്മുടെ തലയിൽ പുരട്ടാനുള്ള ഏതെങ്കിലും എണ്ണയുണ്ടെങ്കിൽ അതെടുത്തുകൊണ്ട് വന്ന് അവിടെ ഇരിക്കും താഴെ. എൻ്റെ മമ്മീനോട് പറയും ചെയ്തോ. അങ്ങനെ പറയുമ്പോഴത്തേക്കും പിന്നെ മമ്മി ഇരുന്ന് എൻ്റെ തലയിലിരുന്ന് ഇങ്ങനെ മസാജ് ചെയ്ത് അപ്പോൾ മമ്മി സമയം പോകുന്ന അറിയത്തില്ല. ഇങ്ങനെ മസാജ് ചെയ്ത് തരുമ്പം എനിക്കാണെങ്കിൽ നല്ല സുഖമാണ്, ഞാൻ ഇരുന്നുറങ്ങും അങ്ങനെ ചെയ്ത് തരുമ്പോഴത്തേക്കും. അപ്പം ഞാൻ ഏറ്റവും കൂടുതൽ മിസ് ചെയ്യുന്ന ഒരു സംഭവം അതാണ്. എനിക്ക് കുറേ ഇഷ്ടമാണ് തലയിൽ മസാജ് ചെയ്ത് തരുന്നതും എണ്ണ പുരട്ടുന്നതും ഒക്കെ. അപ്പം ഇവിടെ എനിക്ക് സ്വന്തമായിട്ട് ചെയ്യാൻ വേണ്ടി നോക്കുമ്പോഴത്തേക്ക് എനിക്ക് മടി പിടിച്ച് കൈയൊക്കെ വേദന എടുക്കും. അപ്പം ഞാൻ ഒരു 5 മിനിറ്റ് ഇങ്ങനെ ചെയ്തിട്ട് നിർത്തും. അപ്പം അവിടെയൊക്കെ ആയിരുന്നപ്പോഴത്തേക്കും നമുക്ക് പല എണ്ണയൊക്കെ ഇല്ലായിരുന്നോ, കരിവേപ്പിലയും അതും ഇതൊക്കെ എന്തൊക്കെയോ ഇട്ടൊക്കെ ഉള്ള എണ്ണയൊക്കെ ഉണ്ടായിരുന്നു. ഇല്ലെങ്കിൽ ഇങ്ങനെ നമുക്ക് ഓൺലൈൻ വാങ്ങിക്കാൻ കിട്ടുന്ന നല്ല നല്ല എണ്ണയൊക്കെ ഞാൻ വാങ്ങിച്ചു വെച്ച് അങ്ങനെയൊക്കെയായിരുന്നു പുരട്ടിക്കൊണ്ടിരുന്നത്. അപ്പം ഇവിടെ വന്നതിന് ശേഷം എനിക്കങ്ങനെ പ്രത്യേകിച്ച് എണ്ണ അങ്ങനെയൊന്നും ഇല്ല. ഗാർഡൻസ് ഓഫ് ലൈഫ് എന്ന് വെച്ചിട്ടുള്ള കമ്പനിയിൽ ഒരു കോൾഡ് പ്രസ് കോക്കനട്ട് ഓയിൽ വാങ്ങിച്ചു. ഇതപ്പം ഞാൻ പൊതുവെ എന്താണ് ചെയ്യുന്നതെന്ന് വെച്ചാൽ, ഓക്കെ, അപ്പം ഞാനിപ്പോൾ എടുത്തിരിക്കുന്നത് എനിക്കൊന്ന് ഇത്രയും മതി, എനിക്കൊരു നേരത്തേക്ക്. വീര് മനുഷ്യ, ഞാൻ തീ ഇങ്ങനെ 3-ലിട്ടിട്ട് കുറച്ചിട്ടു. ആദ്യം ഒന്ന് പാൻ നല്ലപോലെ ചൂടാക്കും, അത് കഴിഞ്ഞിട്ട് തീ അങ്ങ് കുറച്ചിട്ട് ഇതിങ്ങനെ ഹാഫ് മെൽറ്റ് ആകുമ്പോൾ, മൊത്തം മെൽറ്റ് ആവാൻ കൊടുക്കത്തില്ല, ഹാഫ് മെൽറ്റ് ആകുമ്പോഴത്തേക്ക് ഞാൻ ഈ മേത്തി സീഡ് എവിടെ പോയി ഇത് ഞാൻ ഇച്ചിരി ഇങ്ങനെ ഇടും. ഓക്കെ, അപ്പോൾ അത് പയ്യെ അങ്ങനെ കണ്ടോ പൊട്ടുന്നത്. അതേപോലെ തന്നെ ഞാൻ ഇച്ചിരി കരിവേപ്പില ഇടും. അന്ന് വെച്ച് ഇങ്ങനെ ചെയ്യും.
നല്ല മണമാണ് ഇങ്ങനെ ആകുമ്പോഴത്തേക്കും. വേണമെങ്കിൽ എനിക്കൊന്ന് ചിലരൊക്കെ സവോളൊക്കെ ഇടും മുടിക്ക് നല്ലതെന്ന് പറഞ്ഞു, പക്ഷെ എനിക്ക് അങ്ങനെ അത് അറിയാൻ മേലാത്തതുകൊണ്ട് ഞാനത്ര എക്സ്പെരിമെൻറ്റ് ചെയ്യാൻ പോയിട്ടില്ല. ഞാൻ ഇങ്ങനെ സിമ്പിളായിട്ട് 1-2 ഇൻഗ്രീഡിയൻറ്റ് ഇട്ടിട്ടുണ്ടാക്കുന്നത് ചെയ്യുന്നത്. എന്തെങ്കിലും ഒരു ഗുണം വരട്ടെ എന്ന് വെച്ചുകൊണ്ടാണ് ഞാൻ ഇതെടുക്കുന്നത് കേട്ടോ. അപ്പോൾ ഞാൻ ഇത് ഇച്ചിരി ഇങ്ങനെ ചൂടാക്കി കഴിഞ്ഞിട്ട് ഞാൻ ഇത് ഓഫ് ചെയ്യും. എന്നിട്ട് ആ പാനിൻ്റെ ചൂടും കൊണ്ട് തന്നെ ഞാനതെല്ലാം അവിടെ വെക്കും. കരുവേപ്പിലേൻ്റെ ആ സംഭവം ഞാൻ ഉണ്ടാക്കി അവിടെ വെച്ചിരിക്കുന്നത്. അതിൻ്റെ ചൂട് ഇപ്പം നല്ല ചൂടല്ലേ, അപ്പോൾ അത് പോകാൻ വേണ്ടി ഒരു പകുതി ചൂട് മാറണം. അപ്പോൾ അത് അവിടെ വെക്കുമ്പോഴത്തേക്ക് ഞാൻ എന്നെ എടുക്കുന്ന ഈ കോക്കനട്ട് ഓയിൽ എടുത്ത സ്പൂണിൽ ഇച്ചിരി ഓയിൽ ഇരിപ്പില്ലേ, അത് ഞാൻ കൈ ഇങ്ങനെ വടിച്ചെടുക്കും. എന്നിട്ട് അത് ഞാനിങ്ങനെ മുഖത്ത് പുരട്ടുമ്പോൾ എന്നാ നടക്കുന്നതെന്ന് വെച്ചാൽ ഞാൻ എൻ്റെ മുഖത്ത് പുരട്ടിയിരുന്ന എല്ലാം പ്രൊഡക്ട്സ് ഇങ്ങനെ ചെയ്ത് അതെടുത്ത് കളയുക. എന്നുവെച്ചാൽ എൻ്റെ ഇവിടുത്തെ ഈ മസ്കാര ഒക്കെ ഇല്ലേ, അതെല്ലാം ഞാൻ എടുത്ത് കളയും. പിന്നെ അതുമല്ല എൻ്റെ സ്കിൻ ഭയങ്കര ഡ്രൈ ആണ്, അപ്പം എനിക്കിങ്ങനെ എണ്ണ പുരട്ടാൻ ഭയങ്കര ഇഷ്ടമാണ്, മുഖത്തും കയ്യിലും കാലിലും എല്ലാം. ഇവിടെ ഇച്ചിരി വെട്ടമുണ്ട്. ഇങ്ങനെ ഞാൻ പിന്നെ ഇച്ചിരി നേരം ഇതിങ്ങനെ മസാജ് ചെയ്ത് പിടിച്ചിട്ട് ചുണ്ടിലൊക്കെ വെക്കാം. കോക്കനട്ട് ഓയിലല്ലേ, നല്ലതല്ലേ. അപ്പം ഇങ്ങനെ ചെയ്ത് ഞാൻ മുഖത്തെല്ലാം ഇങ്ങനെ പിടിപ്പിച്ചിട്ട് ഇങ്ങനെ മുഖത്ത് അത് ഇച്ചിരി നേരം വെക്കും, കഴുത്തേലും എല്ലാം കൊടുക്കും. നമ്മുടെ ഫേസിന് ഒരു രീതിയിലത്തെ മസാജ് നമ്മൾ തന്നെ ചെയ്ത് കൊടുക്കണം. ഞാനിപ്പോൾ ഒരു കൈ കൊണ്ട് ഫോൺ പിടിച്ചുകൊണ്ട്, അല്ലെങ്കിൽ പിന്നെ ഞാൻ 2 കൈ കൊണ്ടും ഞാൻ ചെയ്ത് കാണിക്കാം എങ്ങനെ ചെയ്യുന്നത് കാണിച്ചു. ഞാൻ 2 കൈയിലും ഓയിൽ ഡിസ്ട്രിബ്യൂട്ട് ചെയ്തിട്ട് എപ്പോഴും മുകളിലോട്ട് ഇങ്ങനെ മസാജ് ചെയ്യും. ഇതൊന്നും ചെയ്തിട്ട് വലിയ ഗുണമൊന്നുമില്ല എൻ്റെ മുഖത്ത്, പക്ഷെ എന്നാലും എനിക്കിഷ്ടമാണ് ചെയ്യാൻ. ഓക്കെ, ഇങ്ങനെ പിന്നെ ഇവിടെയാണ് നോക്കുന്നത്, ഞാൻ എന്നെ തന്നെ നോക്കുന്നത്, ക്യാമറ നോക്കുന്നത്. അതുകൊണ്ട് ഞാൻ പ്രൊഫഷണൽ വ്ളോഗർ ആയിട്ടില്ല, അതുകൊണ്ട് എല്ലാവരും എന്നെ ക്ഷമിക്കണം പ്ലീസ്. അങ്ങനെ ചെയ്ത് കഴിഞ്ഞിട്ട് എണ്ണ മൊത്തം എൻ്റെ സ്കിന്നിൽ അത് കുത്തിക്കെത്തിക്കും. ഇതൊരു 5 മിനിറ്റ് അവിടെ ഇരിക്കട്ടെ എന്നാ. ഓക്കെ, അപ്പോൾ ഈ എണ്ണ പുരട്ടിയത് എൻ്റെ പുറകിലത്തെ സംഭവങ്ങളൊന്നും കണ്ട് പേടിക്കില്ലേ. എൻ്റെ ബാത്റൂം വെച്ച് വൃത്തിയാക്കാൻ ബാക്കിയാണ്. ഞങ്ങൾ ആക്ച്വലി വീട് മൊത്തം വൃത്തിയാക്കാണ്ടിരിക്കുക. ഇതിന് ഞങ്ങൾക്കൊരു ഹോം ടൂർ ചെയ്യണം. അപ്പോൾ അതിന് വേണ്ടി മിക്കവാറും ഞാനത് സൺഡേ ഞങ്ങൾ വൃത്തിയാക്കിയിട്ട് ഒരു വീഡിയോ എടുക്കും. എന്നിട്ട് ഞാൻ അടുത്ത ആഴ്ച ഇടും. അപ്പോൾ അതിന് മുമ്പ് ഈ വീഡിയോ ഇടണം. അപ്പോൾ എന്താ ഞാൻ പറഞ്ഞതെന്ന് വെച്ചാൽ, ഞാൻ എണ്ണ പുരട്ടിയത് മൊത്തം ഒരു 5-10 മിനിറ്റ് ആയി. അപ്പം ഇത് കഴുകി കളയണമെങ്കിൽ അപ്പം അതിന് ഞാൻ ഉപയോഗിക്കുന്ന ഫേസ് വാഷ് ഇതാ സെറാവിയുടെ ഹൈഡ്രേറ്റിംഗ് ക്ലെൻസറിന് വെച്ചുകൊണ്ട്, ഇത് നോർമൽ ടു ഡ്രൈ സ്കിന്നിന് വേണ്ടിയുള്ളതാണ്. അപ്പം ഞാനിത് ഉപയോഗിക്കുന്നത്. അപ്പം ഞാനിത് കഴുകി കളഞ്ഞിട്ട് ഞാൻ തിരിച്ചു വരാം. ഓക്കെ, ഇനി ഞാൻ എന്താ ചെയ്യുന്നത് വെച്ചാൽ, പൊതുവേ ഞാൻ സ്ക്രബും ഫേസ് പാക്കൊക്കെ ഞാൻ ഉണ്ടാക്കും. എനിക്ക് കുറേ DIY ചെയ്ത് ഉണ്ടാക്കാൻ വേണ്ടി ഇഷ്ടമാണ്. അപ്പം ഞാൻ ഈ മറ്റേ ബേസൻ ഇല്ലേ, കടലമാവ്, അത് വെച്ച് കോഫി പൗഡറും അത് ഇതൊക്കെ ഇട്ട്, അത് വേറെ ദിവസം ഞാൻ കാണിക്കാം. ഇന്നിപ്പോൾ എനിക്കത് ചെയ്യാനുള്ള ക്ഷമയില്ല, എന്നെനിക്ക് വേറെയും കുറേ പരിപാടിയുണ്ട്. അപ്പം ഇന്ന് ഞാൻ എൻ്റെ അടുത്തുള്ള ഒരു ഫേസ് തിയറി എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, ഇവിടുത്തെ ബ്രാൻഡാണെന്ന് തോന്നുന്നു, എനിക്കറിയത്തില്ല ഇത് ഇന്ത്യ കിട്ടുമല്ലോ എന്ന്. അതിൻ്റെ പിങ്ക് ക്ലേ AHA ഫേസ് മാസ്ക്, അതാണ് ഉപയോഗിക്കുന്നത്. കെയോലിൻ ക്ലേ, വിറ്റമിൻ C ആൻഡ് ലാക്റ്റിക് ആസിഡ് ഉള്ളത്. എനിക്കൊന്ന് ഞാൻ ഇന്ത്യയിലുണ്ടായിരുന്നപ്പം നൈക്കയുടെ ഒരു പിങ്ക് കളറിൻ്റെ ബോട്ടിലിൻ്റെ ഫേസ് പാക്ക് ഉണ്ടായിരുന്നു. അതെനിക്ക് കുറേ ഇഷ്ടമായിരുന്നു. അതിൻ്റെ അകത്ത് സാലിസിലിക് ആസിഡ് ഒക്കെ ഉള്ളായിരുന്നു. അതെൻ്റെ സ്കിന്നിന് ഒത്തിരി നല്ലതായിരുന്നു. പക്ഷേ ഇവിടെ അതൊന്നും കിട്ടത്തില്ല. ഇവിടെ കിട്ടുന്ന ബ്രാൻഡ് ഏതൊക്കെയാണെന്ന് എനിക്ക് പയ്യെ പഠിച്ച് വരുന്നതേ ഉള്ളൂ.
സ്കിൻ കെയറിൻ്റെ. മേക്കപ്പിന് എനിക്കറിയാം ഏതൊക്കെ ബ്രാൻഡാണ്, പക്ഷേ സ്കിൻ കെയറിൻ്റെ ഒക്കെ ഏതാണെന്ന് ഞാൻ പയ്യെ ഇവിടുത്തെ കടകളിലൊക്കെ പോയി കണ്ടുപിടിച്ചെടുക്കുന്നതേ ഉള്ളൂ. അപ്പം എനിക്കിഷ്ടപ്പെടുന്ന എന്തെങ്കിലും ഉണ്ടെങ്കിൽ ഞാൻ പറയാം. ഇതെനിക്ക് അത്രയും ഇഷ്ടപ്പെട്ടിട്ടൊന്നുമില്ല ഈ മാസ്ക്, പക്ഷെ എന്നാലും വാങ്ങിച്ചില്ല. ഇനിയിപ്പോൾ തീർത്തേക്കാം, അല്ലെങ്കിൽ പിന്നെ കളയണ്ട എന്നോർത്തിട്ട് മാത്രമാണ് ഇപ്പം ഞാൻ പുരട്ടുന്നത്. അതുകൊണ്ട് ഭയങ്കര വാശിക്ക് എന്നെ പുരട്ടി തീർക്കുന്നത്. ഇത് ഇത്ര ആക്കി ഇങ്ങനെ ഞാൻ പുരട്ടി വെച്ച് ഇതൊരു 5 മിനിറ്റ് 10 മിനിറ്റ് വരെ വെച്ചിട്ട് കഴിക്കും. അപ്പം മുഖത്തിൻ്റെ ഫേസ് പാക്കും പുരട്ടിയിട്ട് അപ്പം ഞാൻ എൻ്റെ എണ്ണ ഇതാ, ഞാൻ ഉണ്ടാക്കിയ എണ്ണ കണ്ട അതിനകത്തൊന്ന് കാണാതിരിക്കും, മറ്റേ കറിവേപ്പിലയും മേഥി സീഡും ഒക്കെ. ചൂട് പോയി. അപ്പം ഞാൻ എന്താ ചെയ്യാന്ന് വെച്ചാൽ ഞാൻ ആദ്യം എണ്ണ പുരട്ടും, പിന്നെ ഫേസ് പാക്കും അവിടെ ഇരുന്ന് ഉണങ്ങിക്കോളും. ഞാൻ ഇവിടെ വന്നിട്ട് എൻ്റെ മുടി വെട്ടിയായിരുന്നു സ്വന്തമായിട്ട്. ഇവിടെ വന്ന സമയത്ത് എനിക്ക് കുറേ മുടി കൊഴിച്ചിലുണ്ടായി, കുറേ കട്ടി കുറഞ്ഞായിരുന്നു. ഇപ്പോഴും മുടി കൊഴിച്ചിലുണ്ട്, പക്ഷെ എനിക്കൊന്ന് ഇവിടെ വന്നതിന് ശേഷം എൻ്റെ തലയിൽ ആദ്യം താരനൊക്കെ വരാൻ തുടങ്ങി. എന്താണെന്നറിയത്തില്ല, ഇവിടുത്തെ വെള്ളത്തിനാണോ എന്താണ്. അപ്പം അങ്ങനെ ആയപ്പം പിന്നെ എനിക്ക് വിഷമമായി. അപ്പം പിന്നെ ഞാൻ ഇച്ചിരി മുടിയൊക്കെ വെട്ടി കളയാൻ ഓർത്തു. ഇവിടെ എവിടെ പോകണമെന്ന് എനിക്കറിയത്തില്ല. അപ്പോൾ ഞാൻ സ്വന്തമായിട്ട് തന്നെ വെട്ടി. ഞാനിങ്ങനെ എടുക്കുമ്പോൾ മറ്റേ നമ്മൾ ഇട്ട കരിവേപ്പിലയില്ലേ, അത് ഞാനിങ്ങനെ പൊടിക്കും ആ എണ്ണയിലോട്ട്. കരിവേപ്പിലൊക്കെ ഇങ്ങനെ എടുക്കും കയ്യിൽ, ആ തലയിൽ ഇരിക്കട്ടെ എന്ന് ഓർത്തിട്ട് തന്നെ എന്നിട്ട് ഇങ്ങനെ ചെയ്തിട്ട് വെട്ടി വെക്കും. അപ്പോൾ ഇതായി. എന്നിട്ട് മുടി ഇങ്ങനെ എടുത്ത് ഒട്ടും എസ്തെറ്റിക് അല്ലാത്ത രീതിയിൽ ഒന്നാമത് എൻ്റെ വട്ടമുഖമാണ്. അതിൻ്റെ മണ്ടയ്ക്കൊന്നും ഞാനിങ്ങനെ പൊക്കി കെട്ടുമ്പോഴത്തേക്ക് ഇച്ചിരി കൂടെ വട്ടമായിട്ട് തോന്നും, പക്ഷെ സാരമില്ല. അതിനെ ഞാൻ കുറ്റമായിട്ട് കരുതുന്നില്ല. ഐ എംബ്രേസ് മൈ ഫീച്ചേഴ്സ്. അങ്ങനെ കൊണ്ട കെട്ടി അങ്ങനെ വെച്ചു. അപ്പം മുടിയുടെ കാര്യത്തിൽ തീരുമാനമായ. അപ്പം എന്താ, ഞാൻ ഈ പുരട്ടിയത് മൊത്തം ഉണങ്ങി. എനിക്കൊന്ന് ഞാൻ ഏറെ സമയം വെച്ചു. അതിൻ്റെ ഇടയ്ക്ക് ഞാൻ വേറെ പണി ചെയ്യാൻ പോയി. അത് നേരെ മൊത്തം പാടില്ല, എന്നാലും സാരമില്ല, ആഴ്ചയിൽ ഒരിക്കലും ഇങ്ങനെ ചെയ്ത് അപ്പോൾ ഇങ്ങനെ ഫേസ് വാഷ് ചെയ്ത് കഴിയുമ്പോഴത്തേക്കും ഉടനെ തന്നെ ഹൈഡ്രേറ്റ് ചെയ്യുന്ന വെച്ചാൽ ക്രീമോ എന്തെങ്കിലും പുരട്ടുന്നതാണ് ഇപ്പോഴും നല്ലത്. പക്ഷേ ഇപ്പം ഞാൻ എന്തായാലും ഒരു 10-20 മിനിറ്റ് കഴിയുമ്പോഴത്തേക്കും ഞാൻ പിന്നെയും കുളിക്കാൻ പോകുമ്പോഴത്തേക്കും ഞാൻ പിന്നെയും ഇപ്പോൾ ക്രീം പുരട്ടിയിട്ട് കാര്യമില്ലല്ലോ, കുളിക്കുമ്പോഴത്തേക്കും അത് മൊത്തം പിന്നെ അഴുക്കാവും. അപ്പം അതിലും നല്ലത് ഇതിങ്ങനെ തന്നെ ഇരിക്കട്ടെ. അത് കഴിഞ്ഞിട്ട് കുളിച്ച് കഴിഞ്ഞിട്ട് ഞാൻ കാണിക്കാൻ ഏതൊക്കെ പ്രോഡക്റ്റ്സാണ് പുരട്ടുന്നത്. പൊതുവേ ഒത്തിരിയൊന്നുമില്ല, പക്ഷെ എന്നാലും ഞാൻ എന്തൊക്കെയാണ് ഉപയോഗിക്കുന്നതെന്ന് കാണിക്കാം. ഇതിപ്പം സമയം 8 മണിയാവാറായി. അപ്പോഴത്തേക്കും എന്താ മിസ്റ്റർ ഹസ്ബൻഡ് വന്നപ്പോഴത്തേക്കും ബോയിലിംഗ് സം എഗ്സ് ഫോർ ഹിം. ഞാനല്ല, വന്നിരുന്ന ജ്യൂസ് തന്നെ വെച്ചത് എഗ് ബോയിൽ ചെയ്യാനായിട്ട് വേണ്ടി. അപ്പോൾ ഞാൻ കഴിക്കാൻ തിരാമസ് വാങ്ങിച്ചു. ഞാൻ ഓൾറെഡി എൻ്റെ ഡിന്നർ കഴിച്ചു കഴിഞ്ഞു. പിന്നെ അതിനകത്ത് ഞാൻ തിരാമസ് പഠിക്കാം, നോക്കട്ടെ എങ്ങനെയുണ്ടെന്ന്. എനിക്കറിയാം എങ്ങനെയാണ് ഇങ്ങനെ ഇരിക്കുന്നത്. ഇത് ഒരു വൈറ്റ് എടുത്ത് ഇതെനിക്കിപ്പോൾ പയ്യെ ഇഷ്ടപ്പെട്ട് വരുന്നുണ്ട്. എന്താണെന്ന് വെച്ചാൽ ഒത്തിരി മധുരമില്ല ഇതിന്, അതുകൊണ്ട് അങ്ങനെ കിട്ടും. എല്ലാ ഫ്രൈഡേ ഞങ്ങൾ ഇരുന്നിട്ട് മൂവി ഡിസൈഡ് ചെയ്യും. ഞങ്ങൾ ഫ്രൈഡേ മൂവി നൈറ്റാക്കി മാറ്റും. അപ്പം ജോസിപ്പം വന്നേ ഉള്ളല്ലോ. ഇപ്പം വന്നു കഴിഞ്ഞിട്ട് ഇനിയിപ്പം
ഡിന്നറുമായിട്ടിരുന്ന് ഞങ്ങൾ ഡിസൈഡ് ചെയ്യും ഏത് മൂവി കാണണമെന്ന്. അങ്ങനെ മൂവിയൊക്കെ കണ്ട് കുളിച്ച് ഇരിക്കണം. ആദ്യം ഞാൻ കുളിക്കാം, അത് കഴിഞ്ഞിട്ട് വന്ന് മൂവി കാണാം, അതായിരിക്കും നല്ലത്. ടു ഗുഡ്. മൂവി കണ്ടു കഴിഞ്ഞിട്ടായിരുന്നു കുളിച്ചത്. അപ്പം ഒത്തിരി ലേറ്റായിരുന്നു. അവിടെ ജോസും ഉറങ്ങിയായിരുന്നു. അപ്പം പിന്നെ എനിക്ക് ആ സമയത്ത് സംസാരിച്ച് ജോസിന് ഡിസ്റ്റർബ് ചെയ്യാൻ തോന്നിയില്ല. അതുകൊണ്ട് ഞാൻ ഇപ്പോൾ വോയിസ് ഓവർ ചെയ്യുന്നത്. അപ്പം കുളിച്ച് കഴിഞ്ഞ് ക്ലീൻ ഫേസിൽ ഞാൻ ആദ്യം ഇടുന്നത് ടോണർ ആണ്. ഇത് പിക്സി എന്ന് വെച്ചുകൊണ്ടുള്ള ഒരു ബ്രാൻഡിൻ്റെ ഗ്ലോ ടോണിക്കാണ്. ഇതിനകത്ത് ഗ്ലൈക്കോളിക് ആസിഡൊക്കെ ഉള്ളതാണ്. അപ്പോൾ അത് ഞാനിങ്ങനെ എൻ്റെ കഴുത്തിലും മുഖത്തിലും എല്ലാം പുരട്ടും. അത് കഴിഞ്ഞിട്ട് എൻ്റെ ഫേവററ്റ് ലിപ് ബാം വാസലീൻ്റെ റോസ് എന്ന് വെച്ചുകൊണ്ടുള്ളത്. ഇത് ഒത്തിരി നല്ല ലിപ് ബാമാണ്. അതിന് ശേഷം ഞാൻ ഉപയോഗിക്കുന്നതാണ് ഈ ഐ ക്രീം. ഒത്തിരി ടൈനി ബിറ്റ് ഇങ്ങനെ വിരലിലെടുത്തിട്ട് 2 വിരലിലും ഇങ്ങനെ മസാജ് ചെയ്തിട്ട് കണ്ണിൻ്റെ മുകളിൽ ഇങ്ങനെ പയ്യെ ലൈറ്റായിട്ട് ഒന്ന് മസാജ് ചെയ്ത് അങ്ങ് കൊടുത്തേക്കുന്നത്. അപ്പം ഒത്തിരി റിഫ്രഷിങ് ആ കണ്ണിന് വേണ്ടി. അതിന് ശേഷം ഞാൻ ഉപയോഗിക്കുന്നതാണ് എൻ്റെ മോയ്സ്ചറൈസിങ് ക്രീം സെറാവിയുടെ. ഇതെൻ്റെ ഫേവററ്റ് ക്രീമാണ്. എനിക്കൊന്ന് ഞാനും ജ്യൂസും 2 പേരും ഇത് തന്നെ ഉപയോഗിക്കുന്നത്. ഇതിപ്പോൾ ഓൾമോസ്റ്റ് തീരാറായി, അടുത്ത ടിൻ വാങ്ങിക്കണം. അപ്പോൾ ഇത്രയേ ഉള്ളൂ എൻ്റെ നൈറ്റ് ടൈം സ്കിൻ റുട്ടീൻ. ഭയങ്കര സിമ്പിളാണ്, പെട്ടെന്ന് തീരുകയും ചെയ്യും. എല്ലാ ദിവസവും ഇത് തന്നെ ഓൺ റിപ്പീറ്റ് ഇത് തന്നെയാണ് ഞാൻ പുരട്ടിക്കൊണ്ടിരിക്കുന്നത്. പിന്നെ അതുമല്ല ഞാൻ എൻ്റെ സ്കിൻ കെയർ ഒത്തിരി ഞാൻ കോംപ്ലിക്കേറ്റ് ചെയ്യാൻ പോകാറില്ല. സിമ്പിളായിട്ട് നോക്കും. അപ്പോൾ എല്ലാ ദിവസവും പെട്ടെന്ന് തീരും, എല്ലാ ദിവസവും ഞാൻ കറക്റ്റായിട്ട് ചെയ്യുകയും ചെയ്യും. ഇത് ഞാൻ പൊതുവേ ഞാൻ മുടി കഴുകുമ്പോഴത്തേക്ക് എപ്പോഴും ടീഷർട്ടും കൊണ്ടാണ് ഞാനിങ്ങനെ പൊതഞ്ഞു വെക്കുന്നത്. അപ്പം ഇത് വർഷങ്ങൾ മുമ്പ് തൊട്ട് ഇങ്ങനെയാണ് ഞാൻ ചെയ്തുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ അത്രേ ഉള്ളായിരുന്നു. നെക്സ്റ്റ് വീഡിയോ ആയിട്ട് ഞാൻ ഉടനെ തന്നെ വരുന്നതായിരിക്കും. അതുവരെ അപ്പോൾ ബൈ.